അലൻ തന്റെ സ്കൂളിൽ പോകുവാനായി ഒരുങ്ങി നിൽക്കുന്നു. അലന്റെ അച്ഛനായ ആദം അവനെ സ്കൂളിൽ എത്തിക്കുന്നു. അലനോട് യാത്ര പറഞ്ഞ് ആദം തന്റെ കാറിൽ തിരികെ തങ്ങളുടെ വീട്ടിൽ പോവുകയാണ്. പുതിയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതിനു ശേഷം അലൻ ആദ്യമായാണ് അവിടെ എത്തുന്നത്. അധ്യാപകർ അവനെ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായി കാണുന്നു. കൂടാതെ ക്ലാസ് റൂമിൽ കയറിയ അലനോട് അവിടെയുണ്ടായിരുന്ന കുട്ടികളാരും തന്നെ സംസാരിക്കുകയോ അവനെ അവരുടെ കൂട്ടത്തിൽ ചേർക്കുകയോ ചെയ്യുന്നില്ല. അവനെ അവരെല്ലാം കളിയാക്കിക്കൊണ്ട് മാറ്റി നിർത്തുന്നു. അന്നേ ദിവസം സ്കൂൾ വിട്ടതിനു ശേഷം തന്റെ അച്ഛനോടൊപ്പം വീട്ടിൽ എത്തിച്ചേർന്നിട്ടും അലൻ ഒന്നും തന്നെ ആദമിനോട് സംസാരിക്കുന്നില്ല. ആദം കാരണം തിരക്കിയപ്പോൾ അവൻ നടന്നതെല്ലാം പറയുന്നു. നീ അതൊന്നും കാര്യമാക്കേണ്ടതില്ല അലൻ, അവരെ കുറ്റം പറയുവാനാവില്ല. അതെല്ലാം എന്തുകൊണ്ടാണെന്ന് ഞാൻ നിന്നോട് വിശദമായി പറയാം. അത് നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ ഒരു കഥയാണ്. അലൻ ചോദിച്ചു, ഇവരെല്ലാം ഇങ്ങനെ പെരുമാറുവാൻ മാത്രം എന്ത് കഥയാണത്? അച്ഛൻ എന്തുകൊണ്ടാണ് എന്നോട് അത് പറയാതിരുന്നത്? ആദം മറുപടി നൽകി, നീ അത് അറിയാൻ സമയമായിട്ടില്ലായിരുന്നു. എന്നാൽ ഇനിയും നീ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ആളുകൾ നിന്നെ കളിയാക്കുന്നത് എന്തിനാലാണെന്ന് നീ തിരിച്ചറിയുകയില്ല. അങ്ങനെയെങ്കിൽ എന്നോട് അത് തുറന്നു പറയൂ. അത് എഡ്നസ് എന്ന ഗ്രഹത്തിന്റെ അന്ത്യവും ഭൂമിക്കു നേരിടേണ്ടി വന്ന ചില സന്ദർഭങ്ങളുമാണ്. അലൻ ചോദിച്ചു, ഇത് ഞാനെങ്ങനെ വിശ്വസിക്കും? എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഒരു പക്ഷേ അച്ഛൻ എന്നെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി പറയുകയാണെങ്കിലോ? മാത്രമല്ല, നമ്മളെങ്ങനെയാണ് ഇവയെല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആദം മറുപടി നൽകി, എന്നെ സംശയിക്കേണ്ട അലൻ, ഞാൻ നിന്നോട് പറയുന്നതെല്ലാം സത്യമാണ്. അതിനായുള്ള തെളിവുകൾ ഇപ്പോഴും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്ന് നിന്നെ ഞാൻ നേരിൽ കാണിക്കാം. ശേഷം നീ തന്നെ ഒടുവിൽ അത് തിരിച്ചറിയുകയും വേണം. അലൻ അത് സമ്മതിച്ചു. ശേഷം ആദം അലനെയും കൂടെ കൂട്ടി അന്ന് ആ മിഷൻ നടന്ന സ്ഥലത്തേക്ക് തങ്ങളുടെ കാറിൽ യാത്ര തിരിച്ചു. ഏതാനും മിനിറ്റുകൾ നീണ്ട യാത്രക്ക് ഒടുവിൽ അവർ സിറ്റിയിൽ നിന്നും ഏറെ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഒരു വലിയ കാടിനെ ലക്ഷ്യമാക്കി നീങ്ങി. അകലെ കാണുന്ന ആ കാടിനെ നോക്കിക്കൊണ്ട് അലൻ ചോദിച്ചു, എന്തിനാണ് അവിടേക്ക് പോകുന്നത്? സയന്റിസ്റ്റുകൾക്കും ഗവൺമെന്റിനും അവർ നിയമിച്ച ആർമി സോൾജിയേഴ്സിനും മാത്രം പ്രവേശിക്കുവാൻ അധികാരമുള്ള ആ കാടിനുള്ളിൽ എന്താണുള്ളത്? ആദം പറഞ്ഞു, 2028 ഈ ഭൂമിക്ക് നേരിടേണ്ടി വന്ന ദൗത്യത്തിന്റെ ആരംഭം കുറിക്കപ്പെട്ടത് ആ കാടിനുള്ളിൽ നിന്നായിരുന്നു. അലൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ മിഷനു വേണ്ടി ഒരു കാട് തിരഞ്ഞെടുത്തത്? അച്ഛന്റെ മറുപടിക്കായി അലൻ നോക്കിയിരിക്കെ കാർ ആ കാടിന്റെ അതിർത്തിക്കടുത്തെത്തി നിൽക്കുന്നു. ഉടനടി അവിടെ കാവൽ നിന്നിരുന്ന സോൾജേഴ്സ് വെപ്പൺസുമായി അവർക്ക് അടുത്തെത്തി. എന്നാൽ ആദം തന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ചിപ്പ് അവരെ കാണിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു മെഷീനിൽ സ്കാൻ ചെയ്തു. അതിൽ അവർക്ക് അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള അനുമതി ലഭിച്ചു. ചുറ്റിലും വൻ മതിലുകളാൽ ഗവൺമെന്റിന്റെ ഹൈ സെക്യൂരിറ്റികളോട് കൂടി അതിർത്തി സ്ഥാപിക്കപ്പെട്ട ആ കാടിനുള്ളിൽ അവർ ഇരുവരും പ്രവേശിച്ചു. ശേഷം ആദം അലനോട് അവിടം കണ്ടുകൊണ്ട് നടന്നതെല്ലാം ഓർമ്മിച്ചെടുത്തുകൊണ്ട് പറയുന്നു. കഥ ആരംഭിക്കുന്നു. സിറ്റിയിൽ നിന്നും ഏകദേശം 115 കിലോമീറ്റർ മാറി 218 കിലോമീറ്ററോളം റേഡിയസ് ഉള്ള ഒരു കാട് സ്ഥിതി ചെയ്യുന്നുണ്ട്. വൻമരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പർവ്വതനിരകളാണ് ആ കാടിന്റെ അതിർത്തിയായി നിലകൊള്ളുന്നത്. ഒരുപാട് പക്ഷിമൃഗാദികളുടെ വാസകേന്ദ്രമാണത്. അവിടെ ഏതെല്ലാം സ്പീഷീസ് മൃഗങ്ങളുണ്ടെന്ന് ഇതുവരെയും പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല. ഒന്നുറപ്പാണ്, അവിടെ ആ കാടിനുള്ളിൽ യാതൊരു തരത്തിലുമുള്ള ആദിവാസികളോ മറ്റു മനുഷ്യരോ ജീവിക്കുന്നുമില്ല. കാരണം പുറം ലോകവുമായി ആ കാടിന് യാതൊരു ബന്ധവുമില്ല. ഇതേ കാരണത്താൽ തന്നെ നമ്മുടെ ഈ സീക്രട്ട് മിഷന് ആ കാട് അനുയോജ്യമായിരിക്കും. ചുറ്റിലും സാറ്റലൈറ്റ്സ് നിരന്നിരിക്കുന്ന ഒരു പ്രദേശത്തായി നിലകൊള്ളുന്ന കോർ സയന്റിഫിക് ലാബിലുള്ള സയന്റിസ്റ്റുകളും ഗവൺമെന്റുമെല്ലാം ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിൽ ഏർപ്പെട്ടിരിക്കുന്നു. കാരണം വരാൻ പോകുന്ന ഒരു യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പുകളാണത്. എല്ലാവരും അവിടെ ഭയത്തോടെ നിൽക്കുന്നു. കൂടിപ്പോയാൽ 3 മാസം, അതിനുള്ളിൽ തന്നെ അവരെ നേരിടാനുള്ള വെപ്പൺസും പിന്നെ നമ്മുടെ ഇന്റലിജൻസ് ഉപയോഗിച്ച് നാം തയ്യാറാക്കിയ പ്രോഗ്രാം സെറ്റ് ചെയ്യാവുന്ന നിരവധി റോബോട്ട്സിന്റെയും ഒരു വൻപട തന്നെ നമ്മൾ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. അതിനായി പുറം ലോകമറിയാതെ, യുദ്ധത്തിനായി വരുന്നവരറിയാതെ നമുക്ക് ആ റോബോട്ട്സിനെയെല്ലാം മറച്ചുവെക്കുവാൻ തക്കവണ്ണം പുതിയൊരു റോബോട്ടിക് വേൾഡ് തന്നെ ഈ കാടിനടിയിൽ സൃഷ്ടിച്ചെടുക്കണം. ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ലാബിലുള്ളവരെല്ലാം പ്രൊജക്ടർ സ്ക്രീനുകളുടെ മുന്നിലായി ആ കാടിനെ തങ്ങളുടെ സാറ്റലൈറ്റ്സ് മുഖേന കാണുകയാണ്. ശേഷം എത്രയും വേഗം തന്നെ റോബോട്ട്സിനെയെല്ലാം നിർമ്മിക്കുവാൻ വേണ്ടി വലിയ തോതിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വളരെ കാഠിന്യമേറിയ സ്റ്റീൽ, ടൈറ്റാനിയം തുടങ്ങിയ മെറ്റലുകളെല്ലാം അവർ അവരുടെ തന്നെ കോർ ലാബ് ഇൻഡസ്ട്രീസിലേക്ക് എത്തിച്ചു. ആർക്കും യാതൊരു സംശയവും കൊടുക്കാതെ സയന്റിസ്റ്റുകൾ ആ മിഷൻ കൈകാര്യം ചെയ്യുന്നു.
ഒരുപാട് സയന്റിസ്റ്റുകൾ രാവും പകലുമെന്നില്ലാതെ കഷ്ടപ്പെട്ടതിന്റെ ഫലമായി ഏകദേശം 1000-ത്തിലുമേറെ റോബോട്ട്സും അതിലുമേറെ വെപ്പൺസുകളും നിർമ്മിക്കപ്പെട്ടു. ഇതേ സമയം ഗവൺമെന്റിന്റെ സഹായത്തോടെ ഹൈ സെക്യൂരിറ്റികളോട് കൂടി ആ കാടിനുള്ളിൽ മറ്റൊരു സയന്റിഫിക് ലാബ് കൂടി ഉയർന്നുവന്നു. എന്തെന്നാൽ അവിടേക്ക് വേണ്ട ഇലക്ട്രിസിറ്റി ശേഖരിച്ചു വെക്കുവാനുള്ള ഒരു പവർ സ്റ്റേഷനായി അത് നിലനിന്നു. പക്ഷേ ഈ ഉൾക്കാടിന് നടുവിലായി നിൽക്കുന്ന ഈ ലാബ് അതേ കാടിന്റെ തന്നെ അടിയിലായി സൃഷ്ടിക്കപ്പെട്ട സൈബർ പങ്ക് എന്ന റോബോട്ടിക് വേൾഡിന്റെ ഒരു കവാടവും കൂടിയാണെന്ന് ഗവൺമെന്റ് നിയമിച്ച സെക്യൂരിറ്റീസ് പോലും അറിഞ്ഞിരുന്നില്ല എന്നെല്ലാം ആദം അലനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകേട്ട് അവിടം ഇപ്പോൾ തകർന്നു നിൽക്കുന്ന കാട് കയറിയ കെട്ടിടം കണ്ട് അലൻ അത്ഭുതപ്പെട്ടു നിന്നുപോയി. ശേഷം ആദം കഥ തുടർന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തന രീതികളെല്ലാം തന്നെ അവിടെ നടന്നുകൊണ്ടിരുന്നുവെങ്കിലും ആ കാടിനു പുറമെയുള്ള ലാബിൽ ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ അവിടെയുള്ള പ്രൊജക്ടർ സ്ക്രീനുകളുടെ മുന്നിലായ സ്പേസിൽ നിന്നുമുള്ള വിഷ്വൽസ് സാറ്റലൈറ്റ് മുഖേന നിരീക്ഷിക്കുകയായിരുന്നു. എന്തെന്നാൽ ഇതിനെല്ലാം പിന്നിൽ കോർ സയന്റിഫിക് ലാബിൽ ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ എന്തോ വലിയൊരു ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നു. സ്പേസിൽ ഇത്രയും നാളത്തെ നിരീക്ഷണത്തിനിടയിൽ അപ്രതീക്ഷിതമായി അകലെ ഗാലക്സിക്കപ്പുറം എന്തോ ഒന്ന് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എന്താണെന്നറിയാൻ അവർ അതിനെ കൂടുതൽ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഏതാനും പേടകങ്ങൾ അയച്ചുകൊണ്ട് അവർ അതിനെ അടുത്തറിയാൻ ശ്രമിച്ചു. ഒടുവിൽ ഭൂമിയുമായി സാദൃശ്യപ്പെടുത്താവുന്ന ഒരു ഗ്രഹമാണെന്നവർ മനസ്സിലാക്കി. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ആ ഗ്രഹം ഒരു നക്ഷത്രത്തെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിനായുള്ള ഉത്തരം ലഭിക്കുവാനായ സയന്റിസ്റ്റുകൾ അവിടെ നേരിട്ട് പോയി പഠനം നടത്തുവാൻ തീരുമാനിച്ചു. അതിനായി ഏതാനും നാളത്തെ പരിശീലനത്തിനൊടുവിൽ വൈകാതെ തന്നെ തങ്ങൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയിൽ 5 പേരടങ്ങുന്ന ഒരു സംഘം കോർ 305 എന്ന ഒരു ബഹിരാകാശ പേടകത്തിന്റെ സഹായത്തോടെ ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും വായുവിലേക്ക് ഉയർന്നുപോങ്ങി. അവരെയെല്ലാം യാത്രയാക്കിക്കൊണ്ട് അവരുടെ കുടുംബങ്ങളും വാർത്താ മാധ്യമങ്ങളും കൂടാതെ ഈ ബഹിരാകാശ പഠനത്തിനായി വേണ്ടി ഈ മിഷന് പിന്നിൽ പ്രവർത്തിച്ചവരും അവിടെ കൂടിയിരുന്നു. മാത്രമല്ല CSL കോർ സയന്റിഫിക് ലാബ് ബഹിരാകാശ പഠനത്തിനായി ഒരു പേടകം കൂടി അയച്ചിരിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയകളിലും വാർത്താമാധ്യമങ്ങളിലും ഏകദേശം 20 സെക്കൻഡ് ദൈർഘ്യമുള്ള വിഷ്വൽസോട് കൂടിയ വാർത്തകളാൽ പ്രചരിച്ചുകൊണ്ടിരുന്നു. ഏതാനും നാളുകൾ നീണ്ട യാത്രക്ക് ഒടുവിൽ കോർ 305 എന്ന പേടകം പ്രകാശത്തിനേക്കാൾ വേഗതയിൽ ആ ഗ്രഹത്തെ ലക്ഷ്യമാക്കി ഒരുപാട് ഉൽക്കകളെയും മറ്റു ഗ്രഹങ്ങളെയും മറികടന്നുകൊണ്ട് ഗാലക്സിയിൽ നിന്നും പുറത്തു കടന്നു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ ലാബിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അതിന്റെ സമീപം എത്തിച്ചേർന്നു. ആദം അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ അലൻ അവിടെയുള്ള ആ കെട്ടിടത്തിന്റെ കവാടം തുറക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അവന് അതിന് കഴിയുന്നില്ല. ആദം പറഞ്ഞു, ഈ കവാടം സയന്റിസ്റ്റുകൾക്കല്ലാതെ മറ്റാർക്കും തുറക്കുവാനാവില്ല. അലൻ ചോദിച്ചു, അതെങ്ങനെയാണ് അവർ തുറന്നിരുന്നത്? അതിനായി ഈ മണ്ണിനടിയിൽ ഒരു സർക്കിൾ പോയിന്റ് ഉണ്ട്. അതിനു മുകളിൽ ഒരു നിശ്ചിത പ്രഷർ വരുമ്പോൾ ഈ കവാടം അടുത്ത 10 സെക്കൻഡിനുള്ളിൽ തുറക്കപ്പെടും. ആ പോയിന്റ് എവിടെയാണ് അച്ഛാ? ആദം മറുപടി നൽകി, ഞാൻ അറിഞ്ഞിടത്തോളം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അതിനു മുകളിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ കവാടം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തുറക്കപ്പെടും. പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് തന്നെ പാതി തകർന്ന് കാട് കയറിയ ആ കെട്ടിടത്തിന്റെ കവാടം അതിന്മേൽ പടർന്നു നിന്നിരുന്ന മരവള്ളികളെല്ലാം പൊട്ടിച്ചുകൊണ്ട് പതിയെ തുറന്നു വരുന്നു. ഒപ്പം അവശേഷിച്ചിരുന്ന ലൈറ്റുകളെല്ലാം തന്നെ ചെറിയൊരു ശബ്ദത്തോടു കൂടി അതിനുള്ളിൽ തനിയെ തെളിഞ്ഞു. അവർ ഇരുവരും അതിനുള്ളിൽ പ്രവേശിച്ചു. അലൻ ചോദിച്ചു, ആ ഗ്രഹത്തിനടുത്തെത്തിയപ്പോൾ എന്തു സംഭവിച്ചു? അതിനു മുൻപായി എനിക്ക് നിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തേണ്ടതായുണ്ട്. എന്തെന്നാൽ ഇത് ഒരു സയന്റിഫിക് ലാബ് ആണ്. ഇവിടെ നിന്നെ അത്ഭുതപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അതിനാൽ തന്നെ എന്റെ അനുവാദമില്ലാതെ ഇവിടെയുള്ള ഒരു വസ്തുവിലും നീ തുടരുത്. അത് ചിലപ്പോൾ അപകടം വിളിച്ചുവരുത്തിയേക്കാം. അലൻ അത് സമ്മതിച്ചു. ശേഷം ആദം കഥ തുടർന്നു.